ഗുണ്ടൂർകാരൻ മൂവി നൈസ്. വൈകുണ്ഠപുരം എടുത്ത് തിരിച്ചിട്ടു, അല്ല വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ രാജമാണിക്യത്തിന് ട്രേസസ്, അതാണ് പടം കൊണ്ടുപോകുന്നത്. പിന്നെ മഹേഷ് ബാബുവിനെ അറിയാൽ നിങ്ങൾക്ക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് മാങ്ങാത്തൊലി അങ്ങനെ മുഖത്ത് ഞാൻ കണ്ടിട്ടില്ല. കാരണം വളരെ ചെറിയ ചില പടങ്ങൾ മാത്രം കണ്ടപ്പോൾ ചെറുക്കൻ ചെയ്യുന്നുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ ത്രിവിക്രമനെ കുറിച്ച് എടുത്തു പറയേണ്ടത്, സ്വന്തം പടം തിരക്കഥ ക്ഷാമമാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ എടുത്തു വെച്ചിങ്ങനെ പടത്തിനെടുത്ത് തിരിച്ചിട്ട് ബാക്കിയുള്ളവരെ ദ്രോഹിക്കല്ല്. കാരണം നമ്മൾ കണ്ടു മടുത്ത സാധനങ്ങളാണ്. അങ്ങനെ ഇത് വൈകുണ്ഠപുരമൊക്കെ അത്യാവശ്യം കൊള്ളാമെന്നൊരിതാണ്. അതൊക്കെ അല്ലുമൊക്കെ ഉണ്ടായതുകൊണ്ടാണ് അത്യാവശ്യം കൊള്ളാൻ തോന്നിയത്. അതിലും ഇടയ്ക്ക് കുറച്ച് ക്ലീഷയായിട്ടൊക്കെ തോന്നി. ഇത് നായകനെ കാണുമ്പോൾ ഒരു പാട്ട്, നായികയെ കാണുമ്പോൾ ഒരു പാട്ട്, ഇതൊക്കെ എന്തോന്നാണ് ആൾക്കാർ ഒരുമാതിരി പട്ടു പിടിപ്പിക്കുന്ന രീതിക്ക്. പൈസയും കൊടുത്ത് കയറുമ്പോൾ അല്ലെ അത്യാവശ്യം ഒരു 2.5 മണിക്കൂർ സമാധാനമായിട്ടിരുന്ന് കണ്ടിറങ്ങണം. അതിനുവേണ്ടിയാണ് തോന്നുന്നത്. ഇതാണെങ്കിൽ പിന്നെ അവളുണ്ടായതുകൊണ്ട് അത്യാവശ്യം എല്ലാവർക്കും കുറച്ച് നയനസുഖം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി തന്നെ ആൾക്കാർ കൂടുതൽ, അല്ല മഹേഷ് ബാബുവിനെ കാണാൻ വേണ്ടി വന്നതല്ല. ഇന്നലെ ആ പടം കാണാൻ പോയപ്പോൾ എൻ്റെ അടുത്ത് കാണാൻ പോകാൻ പറയുന്ന ആ നായിക ഉള്ളതുകൊണ്ടാണ് പഠിക്കുന്നതെന്നാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. പിന്നെ വീക്കായിട്ട് തോന്നുന്ന സമയത്ത് കുറച്ച് ഫാമിലി സെൻറ്റിമെൻറ്റ്സ് കയറ്റും ആൾക്കാരെ കുറച്ചൊന്ന് ഇരുത്താൻ വേണ്ടി. അത് തന്നെ കണ്ടുമടുത്ത സാധനങ്ങളാണ്. ഈ വർഷത്തെ തെലുങ്കിൽ നിന്ന് ഇറങ്ങിയ ഫസ്റ്റ് ഫ്ലോപ്പ് എന്ന് പറയാം ഗുണ്ടൂർകാരൻ. തെലുങ്കിലെ രാജമാണിക്യം വൈകുണ്ഠപുരം അല്ല, വൈകുണ്ഠപുരം 2 എന്ന് പറയാം. സത്യം പറഞ്ഞാൽ അതേപടി കുറച്ച് മാറ്റങ്ങൾ വരുത്തിയെന്നേ ഉള്ളൂ. അതേപടി അങ്ങ് അച്ഛനും അമ്മയും പിരിഞ്ഞ് നിൽക്കുന്നു, അത് ഒത്തുചേർക്കുന്നു. അത് അങ്ങനത്തെ ഒരു മകൻ, ആ ഒരു ക്യാരക്ടർ. പിന്നെ ഇടയ്ക്ക് രാജമാണിക്യത്തിൻ്റെ മറ്റേ പുള്ളിക്കാരൻ്റെ ഒരു സംഭവം ഉണ്ടല്ലോ, കാഴ്ചക്കുറവ്, അതൊക്കെ ഇതിൻ്റെ അകത്തോട് നല്ലപോലെ വച്ച് കയറ്റിയിട്ടുണ്ട്. മഹേഷ് ബാബുവിൻ്റെ പടമല്ല, മഹേഷ് ബാബുവിനെ കൊണ്ട് പറ്റത്തില്ല. വേറെ ആരെങ്കിലും കൊണ്ട് ചെയ്തിരുന്നെങ്കിൽ അത്യാവശ്യം ചിലപ്പോൾ കുറച്ചെങ്ങനെ പോകുമായിരുന്നു. മുഖത്തൊന്നും വരാത്ത ആളെ കൊണ്ട് ചെയ്തിട്ട് എന്ത് കാര്യം? പോരാ, എന്തിനാണ് ഇതൊക്കെ ചെയ്തു വെക്കണമെന്ന് എനിക്കൊരു പിടിയില്ല. ദുരന്തം. അവൻ്റെ സ്ഥിരം ജോണർ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. പഴയ കഥകൾ തന്നെയാണ്, പുതുമയായിട്ടൊന്നുമില്ല. ഫാമിലി ജോണറിൽ എടുത്തേക്കുന്നുള്ളേ ഉള്ളൂ. അമ്മയുടെ പാസം, മദർ പാസം എന്നുള്ളതാണ്. പക്ഷേ അത് ലോജിക്കലി വലിയ സുഖമായിട്ടൊന്നും തോന്നിയില്ല. അത്ര തന്നെ. ആക്ഷനായിട്ടൊന്നുമില്ല, ചെറിയ നോർമലായിട്ടുള്ള സ്ഥിരം ആക്ഷൻസ് തന്നെയാണ്, വ്യത്യാസമായിട്ടൊന്നുമില്ല. നല്ലൊരു ഫാമിലി എൻ്റർടൈനറാണ് ആക്ച്വലി. പിന്നെ ഇതിലൊരു ഒരുപാട് നല്ല സോങ്സ് ഒക്കെ ഉണ്ട്. എസ്പെഷ്യലി ഷംന ചേച്ചിയും മഹേഷ് ബാബുമായിട്ടൊരു ഡാൻസ് സീക്വൻസ് ഉണ്ട്, വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ആക്ച്വലി. ചേച്ചി ഇപ്പോൾ ഡെലിവറിക്കൊക്കെ ശേഷം വന്നിട്ട് ചെയ്തൊരു മൂവിയാണ് അത്. മഹേഷ് ബാബുവിൻ്റെ കൂടെ ഒരു ഡാൻസ് സീക്വൻസ്. എസ്പെഷ്യലി എനിക്ക് ഒരു സോങ് ആണ് ആക്ച്വലി ഇഷ്ടപ്പെട്ടത്. ആക്ച്വലി ഞാൻ ഒരു ഷംന ചേച്ചിയുടെ ഒരു ഫാനാണ്. സോ ഐ കെയിം ഫോർ ദാറ്റ് സോങ് ഇഷ്ടപ്പെട്ടു. സോ നൈസ്. വിക്രമിൻ്റെ തന്നെ പഴയ പടങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ പടം ഇഷ്ടപ്പെടും. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ എക്സ്പെക്ട് ചെയ്തതൊക്കെ തന്നെയായിരുന്നു, ഒരു പക്കാ മാസ് പടം മഹേഷ് ബാബുവിൻ്റെ സൈഡിൽ നിന്ന് എക്സ്പെക്ട് ചെയ്ത് തന്നെയായിരുന്നു. സോ ആ ഒരു പെർസ്പെക്റ്റീവ് വെച്ച് നോക്കിയ പടം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പാട്ടും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ നമ്മുടെ DOP അടിപൊളിയായിട്ടുണ്ടായിരുന്നു, DOPയും കാര്യങ്ങളൊക്കെ. സോ ഒരു ടിപ്പിക്കൽ ടെംപ്ലേറ്റ് മാസ് പടം എന്ന രീതിയിൽ കണ്ടുകൊണ്ടിരിക്കുക. തള്ളക്കൊണ്ടില്ലെന്ന് ഞാൻ പറയണില്ല. ഈ വൈകുണ്ഠപുരമിലോ അതുപോലെ പുള്ളിയുടെ പഴയ പടങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതും കണ്ടോണ്ടിരിക്കാം. അതൊക്കെ കാണുന്ന ഓഡിയൻസിന് ഇത് ഇഷ്ടപ്പെടുന്നതാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഓക്കെ. ത്രിവിക്രം നോട്ട് സാറ്റിസ്ഫൈഡ്. ത്രിവിക്രം ആൻഡ് തമൻ നോട്ട് സാറ്റിസ്ഫൈഡ്. നല്ല സിനിമ, ഫൈറ്റ് BGM എല്ലാം നല്ല സിനിമ. കംപ്ലീറ്റ് ഫാമിലി ആൻഡ് മാസ് മൂവി. വൺ മാൻ ഷോ. മഹേഷ് ബാബു ടോപ്പ് ആൻഡ് ശ്രീലീല ഡാൻസ് ഹൈലൈറ്റ്. സിനിമയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഭയങ്കരമായിട്ട് ഇതിനകത്ത് ഒരു സീരിയസ് മോഡിലല്ല സിനിമയ്ക്കകത്ത് ഒരു കഥയുണ്ട്. ഒരു കഥയുടെ എലമെൻറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര സീരിയസ് ആണ്, ഭയങ്കര പൊളിറ്റിക്സ് അല്ലെങ്കിൽ കാസ്റ്റ് പൊളിറ്റിക്സ്, ഇതെല്ലാം വേണമെങ്കിൽ ചർച്ച ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം ഒരു സീരിയസ് മോഡിലല്ല, ഒരു തമാശ അല്ലെങ്കിൽ ഒട്ടും സീരിയസ് മോഡിലേക്ക് കടക്കാതെ ഒരു സ്പൂഫ് മോഡിലേക്ക് ആ സിനിമ ത്രൂ ഔട്ട് പോകുന്നത്. അതാണ് ഈ സിനിമയുടെ പ്ലസ് പോയിൻ്റായിട്ട് എനിക്ക് തോന്നിയത്. നമ്മൾ സീരിയസ് ആയി പോയി കഴിഞ്ഞിരുന്നെങ്കിൽ നമുക്കത് ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല. ഇതിലേക്ക് ത്രൂ ഔട്ട് ഇതിനകത്ത് കുറേ ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്, പ്രത്യേകിച്ച് വില്ലൻസ്. നമ്മളൊരു സാധാരണ ഒരു തെലുങ്ക് സിനിമയിൽ കാണുന്ന വില്ലൻസ് എങ്ങനെയായിരിക്കും? അവർ വരുന്നു, അവർ ഭയങ്കര ഡയലോഗ് ഡെലിവറി, അത് ചെയ്യുന്നു, ഭയങ്കരമായിട്ട് അങ്ങനത്തെ രീതിയിൽ ഒരു ഇത് കാണിക്കുന്നു. പക്ഷേ ഇതിൽ അങ്ങനെയല്ല. ഇതെല്ലാം വരുന്ന ഒരു സ്പൂഫ് മോഡിൽ ഇതിൽ പോകുന്നു, കുറേ ഒരു കാരിക്കേച്ചർ എന്നുള്ള രീതിയിൽ അവരെ പ്രസൻറ്റ് ചെയ്ത് അതൊരിക്കലും നമ്മൾ മഹേഷ് ബാബു എന്തോ ഭയങ്കര സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടിയില്ല. അങ്ങനെ കുറേ ഇതിനകത്ത് ഉണ്ടെങ്കിൽ കൂടെ മീൻസ് ആ ഒരു സ്പൂഫ് മോഡിൽ വരിക. നമ്മളിപ്പം ലോജിക്ക് ഇതെല്ലാം മാറ്റി നിർത്തിയിട്ട് നമ്മൾ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ സിനിമയിൽ നിന്ന് എന്താ എക്സ്പെക്ട് ചെയ്യേണ്ടത്. ആ ഒരു എക്സ്പെക്ടേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കത് ഒന്ന് എൻ്റർടൈൻ ആവാം. അവറേജ് പടമായിട്ടേ തോന്നിയിട്ടുള്ളൂ. പിന്നെ മഹേഷ് ബാബുവിൻ്റെ സോങ് തന്നെയാണ് പടത്തിൻ്റെ മെയിൻ. പിന്നെ ഒരു പാട്ടുണ്ട്, ആ പാട്ട് പക്ക സെറ്റായിട്ട് ഒരു മസാല പാട്ട് സെറ്റ് ചെയ്യണം. അത് ലൈഫ് ടൈം സെറ്റിൽമെൻ്റ് ആണ് ഈ പടത്തിലെ ഏറ്റവും സെറ്റ് തന്നെയാണ്. പിന്നെ പുള്ളിയുടെ സോങ് ഡയറക്ഷനൊക്കെ തന്നെയാണ്. മറ്റേ പടമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല, ഒരു ആവറേജ് പടം അത്രേ ഉള്ളൂ. വൈബ് അടിച്ച് കാണാൻ പറ്റുന്ന പടം തന്നെയാണ്. അവിടെ നല്ല ഓടും, ഇവിടെ നമ്മൾ കുറച്ച് ക്ലീൻ ആയതുകൊണ്ട് കൂടെ പാടായിരിക്കും. മഹേഷ് ബാബുവിന് കുറച്ച് മാസ് സീൻസ് ഉണ്ട്, കുറച്ച് സ്വാഗ് ഉണ്ട്, സ്ക്രീൻ പ്രസൻസ് ഉണ്ട്. അല്ലാതെ വേറെ ആരും
ഒരു ഇമ്പാക്റ്റ് പടത്തിൽ വന്നിട്ടില്ല. കാരണം ഒരുപാട് കാസ്റ്റിംഗ് ഉണ്ട്, രമ്യാകൃഷ്ണനുണ്ട്, ജയറാമുണ്ട്, പ്രകാശ് രാജുണ്ട്, പക്ഷെ ആർക്കും ഒരു വലിയ റോളൊന്നുമില്ല. കാരണം തിരക്കഥ ഒരുപാട് കോംപ്രമൈസ് ഉള്ളത് ചെയ്തതായിട്ട് എനിക്ക് തോന്നി. കാരണം മഹേഷ് ബാബുവിന് മാസമുണ്ട്, പക്ഷെ ബാക്കി ഒരുപാട് ഫാമിലി മെലോ ഡ്രാമ കളിക്കാൻ നോക്കിയിട്ടുണ്ട്. നമ്മുടെ മലയാള സിനിമ രാജമാണിക്യമായിട്ട് കമ്പാരിസൺ ഉണ്ട്. കാരണം അതിൽ ഉള്ള കഥാപാത്രം പോലെയാണ് അമ്മ വേറൊരു കല്യാണം കഴിക്കുന്നു, മോനെ ഉപേക്ഷിച്ചിട്ട് പോയിട്ട് മോന് ഇടത് കണ്ണിന് കാഴ്ചയുടെ കുറച്ച് പ്രശ്നമുണ്ട്, അതൊക്കെ പറയുന്നുണ്ട്. മഹേഷ് ബാബുവിൻ്റെ ഫാൻസിന് വേണ്ടിയിട്ടുള്ള പഴയ പടങ്ങളിലെ ചില റെഫറൻസും മഹേഷ് ബാബുവിൻ്റെ അച്ഛൻ്റെ തന്നെ പഴയ സിനിമയിലെ റെട്രോ പാട്ട്, കുറേ സാധനം അങ്ങനെ കുറേ ഫാൻസിനായിട്ടുള്ള കുറേ ട്രീറ്റ് ഉണ്ട്. പക്ഷേ മൊത്തത്തിൽ പടം നോക്കിക്കഴിഞ്ഞാൽ സ്ക്രീൻ പ്ലേ ഡൗൺ ആയതുകൊണ്ട് തന്നെ ഒരു വലിയ ഇമ്പാക്റ്റ് ഇല്ല. വെറുതെ മഹേഷ് ബാബുവിൻ്റെ കുറേ നാളിന് ശേഷം മഹേഷ് ബാബുവിൻ്റെ സ്വാഗും സ്ക്രീൻ പ്രസൻസും കാണാം, അല്ലാതെ വേറെ വലിയ കാര്യമൊന്നും പടം ഓഫർ ചെയ്യുന്നില്ല.